കർത്താവിന് മഹത്വം. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എല്ലാ കാലത്തും ദൈവത്തെ വാഴ്ത്താൻ നമുക്കിടയാവണം. മനസ്സിനോട് പറയണം, എൻ്റെ ദൈവത്തെ വാഴ്ത്താൻ. ദൈവത്തെ നമ്മൾ സ്തുതിക്കുമ്പോൾ, അവിടത്തേക്ക് മഹത്വം കൊടുക്കുമ്പോൾ, ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് വേണ്ടി മുഴക്കും. ദൈവോത്രന്മാരെ യഹോവയ്ക്ക് മഹത്വം കൊടുപ്പീൻ, അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പീൻ എന്ന് പറയുമ്പോൾ നമ്മളങ്ങനെ ചെയ്യാൻ തയ്യാറാകുമെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് വേണ്ടി മുഴങ്ങും. ഡെലിവറൻസുകൾ വെളിപ്പെട്ടു വരും, സമാധാനം നൽകും, ശക്തി നൽകി ദൈവം തൻ്റെ ജനത്തെ അനുഗ്രഹിക്കും. ആ ഒരു ദൈവ സാന്നിധ്യം ഇന്ന് പകലും നമ്മുടെ കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഈ ദൂത് ഏറ്റെടുക്കട്ടെ. ദൈവത്തിന് മഹത്വം കൊടുക്കാൻ, ദൈവത്തെ വാഴ്ത്താൻ എപ്പോഴും നമ്മൾ തയ്യാറാവണം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ. നമുക്കൊരു ചെറിയ ഉപകാരം ചെയ്ത വ്യക്തികളെ കാണുമ്പോൾ, അല്ലെങ്കിൽ കാറിൽ ഒരാൾ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ നമ്മൾ താങ്ക്സ് പറഞ്ഞ് ഇറങ്ങുമ്പോൾ ദൈവത്തിന് നമ്മൾ നന്ദി പറയാറുണ്ടോ? ഒരു ദിവസം നടത്തിയ, കൊണ്ടുവന്ന, വിടുവിച്ച, പ്രതിസന്ധി ഉണ്ടെങ്കിലും തളരാതെ വീണാൻ നോക്കുന്ന സാഹചര്യത്തിൽ എഴുന്നേൽപ്പിക്കുന്ന, മാത്രമല്ല നിത്യശിക്ഷാപതിയിൽ നിന്ന് നമ്മളെ രക്ഷിച്ച, ക്രൂശിലൂടെ നമ്മളെ സ്നേഹിച്ച, മക്കളും അവകാശികളുമാക്കി തീർത്ത ദൈവകൃപയെ ഓർത്തു കഴിഞ്ഞാൽ എത്ര നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ചാലും നന്ദി പറഞ്ഞാലും മതിയാവില്ല. നമ്മളത് ചെയ്യാനൂടെ തയ്യാറാവണം. സഹോദരങ്ങളെ, പല വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമുമ്പാകെ മുട്ടുമടക്കാറുണ്ട്. പക്ഷേ ദൈവം റിസൾട്ടുകൾ നൽകുമ്പോൾ ദൈവമേ അങ്ങേക്ക് നന്ദി, അങ്ങേക്ക് സ്തോത്രം എന്ന് പറയാൻ തയ്യാറായിട്ടുണ്ടോ എന്ന് ശാന്തമായിട്ട് ചിന്തിക്കണം. നടത്തിയ വിധങ്ങൾ ചെറുതൊന്നുമല്ല. അതുകൊണ്ടാണ് ഭക്തനായ ദാവീദ് 40-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, യഹോവേ, അങ്ങ് ചെയ്ത അത്ഭുത പ്രവർത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള അവിടുത്തെ വിചാരങ്ങളും വളരെ അകന്നു. ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമായിരിക്കുന്നു. എണ്ണിക്കൂടാതെ വണ്ണം. ഇതാണൊരു ഭക്തൻ പറയുന്നത്. എനിക്ക് വിവരിച്ച് പ്രസ്താവിക്കാൻ പോലും കഴിയാത്ത വണ്ണം അങ്ങ് ചെയ്ത പ്രവർത്തികളൊന്നല്ല. നോർമൽ പ്രവൃത്തിയാണെങ്കിൽ അത് നമ്മളെല്ലാം പറയും ഞങ്ങളുടെ കഴിവാണ്, ഞങ്ങളുടെ ബുദ്ധിയാണ്. പക്ഷെ അതല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തടയാൻ ലോകത്തിലൊരു ശക്തിക്കും സാധ്യമല്ല. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തടയാൻ ഒരന്ധകാര മണ്ഡലത്തിനും സാധ്യമല്ല. കാരണം നമ്മൾ നടക്കത്തില്ല, സാധ്യതകൾ അടഞ്ഞു, കൈവിട്ടു പോയി, ഇനിയും ചില പറയത്തില്ല ആരെക്കൊണ്ടും നടക്കില്ല. അവിടെ ദൈവം ഇറങ്ങി വന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കി, ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ച്, താമ്രക്കഥകളെ തകർത്ത്, ഇരുട്ടിലിരിക്കുന്ന ചില വിഷയങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. സ്തോത്രം. അങ്ങനെ എത്രയോ സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പകലിലും കർത്താവിൻ്റെ കൃപയും സാന്നിധ്യവും ശക്തമായി തിരിച്ചറിയാൻ ദൈവകൃപ ഇന്ന് പകലിൽ നമ്മുടെ മേൽ വെളിപ്പെട്ടു വരട്ടെ. ദൈവ സാന്നിധ്യം ഈ പകൽ നമ്മുടെ മേൽ വെളിപ്പെട്ടു വരട്ടെ. ദൈവശക്തി ഈ പകൽ നമ്മളെ നയിക്കട്ടെ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ
ആ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എല്ലാത്തിലും പൂർത്തി വരുത്തുന്ന ആ ദൈവ സാന്നിധ്യം ഇന്ന് പകൽ തിരിച്ചറിയാൻ അവിടുത്തെ ആത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. 1 യോഹന്നാൻ 4-ാം അധ്യായം. നമുക്ക് അതിനകത്തൊരു വാക്യം വളരെ സുപരിതമായ ഭാഗമാണ്. ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. വളരെ വ്യക്തമായിട്ട് ആ വാക്കുകൾ ശ്രദ്ധിക്കും. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കിക്കളയും. തികഞ്ഞ സ്നേഹം. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. 1 യോഹന്നാൻ 4:18 വാക്യമാണ്. ഭയത്തിന് ദണ്ഡനം ഉള്ളതിനാൽ സ്തോത്രം, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കിക്കളയും. ആ വാക്യം തുടക്കത്തിൽ നോക്കൂ. സ്നേഹത്തിന് ഭയമില്ല. കർത്താവിൻ്റെ സ്നേഹം, ആഴമായ സ്നേഹം, കാൽവറിയിലൂടെ നമ്മളെ സ്നേഹിച്ച അഗാപ്പെ എന്ന് പറഞ്ഞ സ്നേഹം നമ്മുടെ അകത്തേക്ക് വെളിപ്പെട്ടു വന്നാൽ, ആ സ്നേഹത്തിൻ്റെ ശക്തി അകത്ത് വന്ന പൗലോസ്ലീഹ ഒരിടത്ത് പറയുന്നു, നോക്കൂ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപിരിക്കുന്നതാര്? കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇപ്പോഴുള്ളതോ വരാനുള്ളതോ ഉയരമോ ആഴമോ പറ്റില്ല. ആ സ്നേഹത്തിൻ്റെ പവർ, ആ സ്നേഹത്തിൻ്റെ ശക്തിയുടെ ആഴം, അതിനെ തകർക്കാൻ ഒരു വ്യാപാരത്തിനും കഴിയില്ല. ആ സ്നേഹം അകത്ത് വന്നതുകൊണ്ടാണ് കാരാഗ്രഹത്തിലും അവർ സ്തുതിക്കാൻ തയ്യാറായത്, അവർ പാടാൻ തയ്യാറായത്. ആ സ്നേഹം അകത്ത് വന്നപ്പോഴാണ് ശരീരത്തിനകത്ത് ദണ്ഡനം വന്നപ്പോഴും, ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വന്നപ്പോഴും, യേശു ക്രിസ്തുവിൻ്റെ ശക്തിയെപ്പറ്റി ഉച്ചസ്ഥരം വിളിച്ചു പറഞ്ഞ് അധികാരികളുടെ വാ പോലും അടപ്പിക്കാൻ കഴിഞ്ഞത് ക്രിസ്തുവിൻ്റെ സ്നേഹമോർത്താൽ മിണ്ടാതിരിക്കാൻ കഴിയില്ല. സകല ഭയത്തെ നോക്കൂ. ഈശാനമൂല എന്ന കൊടുങ്കാറ്റടിച്ച് എല്ലാവരുടെയും പ്രതീക്ഷകൾ അസ്തമിച്ച് 14 ദിവസം സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതിരുന്ന് ഇനിയും ജീവനോടെ ഇരിക്കുമോ എന്ന് പോലും അതിനകത്തുള്ളവർ, കപ്പലിനകത്തുള്ളവർ ശങ്കിച്ചപ്പോഴും പൗലോസ്ലീഹ ഭയപ്പെട്ടില്ല. കാരണം യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ശക്തി, ആ സ്നേഹത്തിൻ്റെ മാധുര്യം, ആ സ്നേഹത്തിൻ്റെ ശബ്ദം തൻ്റെ അകത്തേക്ക് വെളിപ്പെടുത്തിയിട്ട് കർത്താവ് പറഞ്ഞു, പൗലോസേ, നീ മരിക്കില്ല, നിൻ്റെ കൂടെയുള്ളവർ മരിക്കില്ല, പ്രാണന് ഹാനി വരില്ല, തലയിലെ ഒരു രോമം പോലും നിലത്ത് വീഴില്ല എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ശക്തിയുടെ വലുപ്പം തന്നെ ഭയത്തിൽ നിന്ന് വിടുവിക്കുക. ഈ പകൽ ഏതൊക്കെ വെല്ലുവിളികൾ വന്നാലും ദൈവസ്നേഹമകത്തുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞാൻ വിളിച്ചു പറയുന്നു, ദൈവം സകല ഭയത്തെയും പുറത്താക്കും. എന്തുകൊണ്ട്? ദൈവസ്നേഹം വന്നാൽ ഇനി നമ്മൾ ഒരു ശക്തിക്കും കീഴടങ്ങാൻ ദൈവം ഇടയാക്കില്ല. എന്നാൽ നോക്ക്, പലപ്പോഴും പരാജയം വരുന്നതും തകർന്നു പോകാനുള്ള കാര്യവും മറ്റൊന്നും കൊണ്ടല്ല, ദൈവസ്നേഹം നമ്മുടെ അകത്ത് പൂർണ്ണമായിട്ട് വരുന്നില്ല, സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നില്ല. നോക്കൂ, നാം വായിച്ച വാക്യം മറന്നു പോകരുത്.
അതൊന്നുകൂടെ ശ്രദ്ധിക്കണമേ. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുകയാണ്. ചിലതിനെ പുറത്താക്കി കളയാൻ നമ്മുടെ അകത്തേക്ക് കയറി നമ്മുടെ സ്വസ്ഥതയെ കെടുത്തി, നമ്മുടെ സമാധാനത്തെ കെടുത്തി, നമ്മുടെ ആത്മബലത്തെ ചോദ്യം ചെയ്യാൻ നിൽക്കുന്ന ചില ഭയത്തിൻ്റെ വ്യാപാരങ്ങൾ നാളെ എന്തായിത്തീരും, ഒതുക്കപ്പെടുമോ, ഓടിപ്പോകേണ്ടി വരുമോ, ഇവിടെ കീഴടങ്ങേണ്ടി വരുമോ, നിൽക്കാൻ പറ്റുമോ എന്നുള്ള ഭയങ്ങൾ ഈ പകൽ ശാസിക്കപ്പെടണം. എൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ, എൻ്റെ തലമുറകൾക്ക് പറ്റുമോ, എൻ്റെ വൈഫിന്, എൻ്റെ ഹസ്ബൻഡിന്, അങ്ങനെ അനേക ഭയങ്ങൾ. എനിക്കിനി നിൽക്കാൻ പറ്റുമോ, എൻ്റെ ശരീരത്തിനകത്ത് ഇനിയും ഒരു വിടുതൽ കാണുമോ, ഇനിയും ഒരു നന്മ വെളിപ്പെടുമോ, ഒരു വാഗ്ദത്ത തലമുറ പുറത്തു വരുമോ. ഒത്തിരി ഭയങ്ങൾ നമ്മളെ അലട്ടുമ്പോൾ അതിനെ പുറത്താക്കി കളയുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹം അകത്തേക്ക് വന്നാൽ, ആത്മശക്തിയുടെ വ്യാപാരം അകത്തേക്ക് വന്നാൽ, ദൈവസ്നേഹത്തിൻ്റെ വ്യാപാരത്താൽ നമ്മൾ നിറയപ്പെട്ടാൽ സകല ഭയങ്ങളും പുറത്താകുകയാണ്. ചിലതിനെ ഇന്ന് പകൽ പുറത്താക്കാം. നമ്മളെ വെല്ലുവിളിക്കുന്ന ചില ശക്തികളെ, ചില സാമ്രാജ്യങ്ങളെ, അന്യായ ശക്തികളെ ഈ പകൽ പുറത്താക്കാൻ ദൈവമക്കൾ തയ്യാറാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച സകല ആലോചനയ്ക്കായി സ്തോത്രം. ഇന്ന് പകലിലും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വ്യക്തമായി തിരിച്ചറിഞ്ഞ് ചിലതിനെ പുറത്താക്കാൻ ഞങ്ങളെ വെല്ലുവിളിക്കുന്ന വെല്ലുവിളികളെ, അസൂയ മണ്ഡലങ്ങളെ, ഭയത്തിൻ്റെ വ്യാപാരങ്ങളെ, ദുഷ്ടസിംഹാസനങ്ങളെ ആത്മശക്തിയാലും ദൈവസ്നേഹത്താലും പുറത്താക്കി കളയാൻ ഒരഥോറിറ്റി ഞങ്ങൾ ഇന്ന് പകൽ ഏറ്റെടുക്കും. യേശുവിൻ്റെ നാമത്തിൽ ഒരു ശക്തിക്കും ഞങ്ങളെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. ഞങ്ങളത് പ്രഖ്യാപിക്കുന്നു. ആ ദൈവസ്നേഹത്തിൽ നിന്ന് കർത്താവേ, ഞങ്ങളുടെ മഹത്വം ഞങ്ങളുടെ മേൽ വെളിപ്പെടുത്തിയിരിക്കാൻ സ്തോത്രം. ഈ പകലിലും അവിടെ നൽകിയ എല്ലാ വിടുതലുകൾക്കായി സ്തോത്രം, സമാധാനത്തിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുൻപോട്ട് പോകൂ. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ അകത്ത് വന്നാൽ ചിലത് പുറത്താകുകയാണ്. നമ്മളെ പുറത്താക്കുമെന്ന് പറയുന്ന ചില ദുഷ്ടശക്തികളെ പുറത്താക്കുന്ന ദൈവസ്നേഹം അത് വന്നാൽ ഭയങ്ങൾ പുറത്താക്കും. എല്ലാ സഹോദരങ്ങളെയും ഈ വചനങ്ങളാൽ കർത്താവ് സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ, ബലത്തോടെ നിർത്തട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.